കോൺഗ്രസിൽ ഐക്യം രൂപപ്പെട്ടുവെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന് ഹൈക്കമാൻഡിനോട് ഘടകകക്ഷികൾ. മുന്നണിയുടെ കെട്ടുറപ്പുറപ്പിക്കേണ്ടത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണെന്നും ലീഗ് നിലപാടെടുത്തു. കോൺഗ്രസിലെ പോസിറ്റീവായ മാറ്റങ്ങൾ ജനങ്ങൾക്ക് കൂടി ബോധ്യമാകണമെന്ന് ആർഎസ്പിയും ആവശ്യപ്പെട്ടു. പറയാനുള്ളതെല്ലാം ഹൈക്കമാൻഡിന് മുന്നിൽ ഘടകകക്ഷികൾ വിശദീകരിച്ചു. ലീഗിനെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുത്തത് PK കുഞ്ഞാലിക്കുട്ടി. പ്രധാനമായി 3 കാര്യങ്ങളാണ് ലീഗ് ആവശ്യപ്പെട്ടത്. മുന്നണിയുടെ കെട്ടുറപ്പ് കോൺഗ്രസ് ഉറപ്പാക്കണം. ഒപ്പം പൊതുസമൂഹത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രീതിയിൽ നേതാക്കൾ പ്രവർത്തിക്കരുത്. മുന്നണിയെ നയിക്കുന്ന പാർട്ടി എന്ന ഉത്തരവാദിത്തം കോൺഗ്രസ് പ്രകടിപ്പിക്കണമെന്നും ലീഗ് ആവശ്യപ്പെട്ടു. ദീപാദാസ് മുൻഷിയുടെ മറുപടി പാർട്ടി ചർച്ച ചെയ്യുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ദീപാദാസ് മുൻഷിയായിട്ട് നടത്തിയ ഡിസ്കഷൻ പാർട്ടിയിൽ വെക്കുക, പാർട്ടിയിൽ ചർച്ച ചെയ്യുക, അതുപോലുള്ള കാര്യങ്ങൾ മാത്രമേ പറ്റുള്ളൂ. ഞാൻ ഈ കാര്യങ്ങൾ തങ്ങളായിട്ടും അതുപോലെ പാർട്ടി ലീഡേഴ്സുമായിട്ടും ഡിസ്കസ് ചെയ്തിട്ട് അപ്പോൾ വല്ലതും പറയാനുണ്ടെങ്കിൽ പറയാം. ഷിബു ബേബി ജോൺ, A അസീസ്, ബാബു ദിവാകരൻ എന്നിവരാണ് RSPയെ പ്രതിനിധീകരിച്ച് ദീപാദാസ് മുൻഷിയെ കണ്ടത്. കോൺഗ്രസിലെ തർക്കങ്ങൾ ചർച്ചയായെന്ന് ഷിബു ബേബി ജോൺ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ മാസം 28-ാം തീയതി ഡൽഹിയിൽ കൂടിയ യോഗത്തിന് ശേഷം മുൻപൊരിക്കലും ഇല്ലാത്ത നിലയിലേക്കൊരു യോജിപ്പ് കാണുന്നുണ്ട്. പക്ഷേ അത് ജനറൽ പബ്ലിക്കിൻ്റെ തോന്നൽ മാറ്റുന്നതിലേക്ക് എത്തിയിട്ടില്ല. അതിനെയും താഴെ തട്ടിലോട്ട് എത്തണം. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ഐക്യമുണ്ടായെന്ന് കോൺഗ്രസ് പറഞ്ഞാൽ പോരാ, അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടാലേ തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയൂ എന്ന സന്ദേശമാണ് കൂടിക്കാഴ്ചകളിൽ ഘടകകക്ഷികൾ ഹൈക്കമാൻഡിന് നൽകിയത്. ഐക്യം ഉറപ്പാക്കാം എന്ന മറുപടിയും ദീപാദാസ് മുൻഷി ഘടകകക്ഷികൾക്ക് നൽകി. മീഡിയ 1 തിരുവനന്തപുരം.